വിഴിഞ്ഞത്ത് അദാനി MSC ഡീൽ. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. പുതിയ കൈകോർക്കലിലൂടെ കേരളം പ്രതീക്ഷിക്കുന്നത് വലിയ നേട്ടങ്ങളാണ്. 2075 തുറമുഖം സംസ്ഥാന സർക്കാരിന് തിരികെ നൽകുമ്പോൾ ഈ MSC ഡീൽ ഒരു പ്രശ്നമാകുമോ എന്നതാണ് ആകെയുള്ള ആശങ്ക. എന്നാൽ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ ഓഹരി മാത്രമാണ് വിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 49% വരെ വിൽക്കാമെന്ന് ധാരണാപത്രത്തിലുണ്ട്. അതിനാൽ പ്രത്യേകിച്ച് തടസ്സങ്ങൾ വരാൻ സാധ്യതയില്ല. ഓഹരി വിൽക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിനെ അദാനി ഗ്രൂപ്പ് അറിയിക്കണമെന്നും അത് അദാനി ഗ്രൂപ്പ് ചെയ്തിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഈ കാര്യം സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചു എന്ന് തുറമുഖ പ്രതിനിധികൾ പറഞ്ഞു. എന്തായാലും നമുക്ക് ഈ ഡീൽ പ്രകാരമുള്ള കാര്യങ്ങൾ നോക്കാം. 13,000 കോടിയുടെ നിക്ഷേപമാണ് MSC ഇതിലൂടെ നടത്തുന്നത്. ഇതിലൂടെ തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാനാവുമെന്നാണ് അവകാശവാദം. അദാനി ഗ്രൂപ്പിന്റെ 49% ഓഹരിയാണ് ഇതിലൂടെ MSCയുടെ ടെർമിനൽ വിഭാഗം സ്വന്തമാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്ത് വിഴിഞ്ഞത്ത് വികസനം കൊണ്ടുവരിക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമാണ്. അതിനായി മിഷൻ സമുദ്ര എന്നൊരു പ്രഖ്യാപനവും ബജറ്റിലുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു നടപടി അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL ആണ് 13,000 കോടിയുടെ ഈ നിക്ഷേപത്തിന് വഴിയൊരുക്കുന്നത്. 27,000 കോടി മൂല്യമുള്ള പദ്ധതിയാണിത്. 2028 ഡിസംബറോടെ 57 ലക്ഷം TEU ശേഷിയിലേക്ക് തുറമുഖത്തെ ഉയർത്തുകയാണ് ലക്ഷ്യം. നിലവിലെ ശേഷി 16 ലക്ഷം TEU ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റർമാരിൽ ഒന്നാണ് TIL. MSCയുമായുള്ള ബന്ധം ആഗോള വിപണിയിൽ ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. ഈ ഡീലിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് MSCയുമായുള്ള ഈ ഡീൽ സ്വകാര്യ മേഖലയുടെ കുത്തകവൽക്കരണത്തിന് കാരണമാകുമെന്നൊക്കെയാണ്. എന്നാൽ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ നേട്ടമാണ് ഈ 13 കോടിയുടെ നിക്ഷേപം എന്ന് ദേശാഭിമാനി കുറിച്ചു. ഇതിൽ ഏതുമായി മുന്നോട്ടു പോകണമെന്ന ആശങ്കയിലാണ് LDF അനുകൂലികൾ. ഏതായാലും ഈ ഡീൽ ഏത് രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് നമുക്ക് നോക്കാം.